മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യേശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. ഈ ദിവസത്തെ നിങ്ങളുടെ അധ്വാനങ്ങളിൽ ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. തിരുസഭ ഇന്ന് വിശുദ്ധ യോഹന്നാൻ മാംദാനയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. സത്യം പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ശിരസ് ഛേദിക്കപ്പെടുമായിരിക്കും, പക്ഷേ സത്യം നിലനിൽക്കും, സത്യം ഒരിക്കലും മരിക്കില്ല. ഇതാണ് യോഹന്നാൻ മാംദാനയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. സത്യം വിളിച്ചു പറഞ്ഞതുകൊണ്ട് ശിരസ് ഛേദിക്കപ്പെടേണ്ടി വന്നവനാണ് യോഹന്നാൻ മാംദാന. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മളാരും തിന്മയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മൾ അറിയാതെ തന്നെ തിന്മയുടെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകും. കാരണം നമ്മൾ മറ്റുള്ളവരെ ഭയപ്പെടുകയാണ്. മറ്റുള്ളവരെ ഭയപ്പെടുന്നത് കൊണ്ട് തന്നെ അറിയാതെ നമ്മളിലൂടെ തിന്മ കടന്നു വരുന്നു. സത്യം പറയാനായിട്ട് നമ്മൾ മടിക്കുന്നു. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരും, ഒരുപക്ഷെ മാറ്റി നിർത്തപ്പെടേണ്ടി വരും. ഈ മാറ്റി നിർത്തലുകളും വിമർശനങ്ങളും ഭയക്കുന്നതുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ സത്യത്തെ മറച്ചു വയ്ക്കുന്നവരായിട്ട് മാറുന്നു. അത് കുടുംബജീവിതത്തിലായാലും സമർപ്പണ ജീവിതത്തിലായാലും മറ്റ് സാമൂഹിക മേഖലകളിലായാലും പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതം സത്യം പ്രഘോഷിക്കാനായിട്ട് ഉള്ളതാണ്. സത്യം പറയുമ്പോൾ ഒരുപക്ഷെ നീ മാറ്റി നിർത്തപ്പെടേണ്ടി വരും, ഒരുപക്ഷെ നീ അവഹേളിക്കപ്പെടും, വിമർശിക്കപ്പെടും. പക്ഷേ സത്യം പറയാനായിട്ട് സാധിക്കണം, കാരണം സത്യം ഈശോയാണ്. പല തെറ്റുകൾ ഒന്നിച്ചപ്പോഴാണ് യോഹന്നാൻ്റെ ശിരസ് വീഴുന്നത്. യോഹന്നാൻ ഹെറോദേസിൻ്റെ തെറ്റിനെ വിമർശിക്കുന്നു. ഹെറോദേസിൻ്റെ തെറ്റ്, വീണ്ടും ഹെറോദിയ ചെയ്യുന്ന തെറ്റ്, 3 ഹെറോദിയായുടെ മകളുടെ അഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്ന തെറ്റ്. ഇങ്ങനെ ഈ ചെറിയ ചെറിയ തെറ്റുകൾ വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രിയപ്പെട്ടവരെ യോഹന്നാൻ്റെ ശിരസറ്റു പോകുന്ന വലിയ തെറ്റിലേക്ക് കടന്നു വരിക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ ചെറുതല്ലേ എന്ന് കരുതി അവഗണിച്ച് കളയുന്നുണ്ട്. ചെറിയ തെറ്റിൽ നിന്ന് വലിയ തെറ്റിലേക്ക് കടന്നു വരുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അതുകൊണ്ട് ചെറിയ തെറ്റ് ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ തന്നെ, അത് ജീവിതത്തിൽ ഉണ്ടായാൽ അപ്പോൾ തന്നെ തെറ്റിനോട് നോ പറയാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ധൈര്യം. ഒരുപക്ഷെ നമ്മളൊക്കെ ബലഹീനരായതുകൊണ്ട് ജീവിതത്തിൻ്റെ ചില കുറവുകളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ആ തെറ്റ് ഉണ്ടായി എന്നറിയുന്ന നിമിഷം തന്നെ ആ തെറ്റിനോട് നോ പറയാനായിട്ട് ധൈര്യം നീ കാണിച്ചാൽ വലിയ തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ട് നിനക്ക് സാധിക്കും. ചെറുതല്ലേ എന്ന് കരുതി തെറ്റിനെ നമ്മൾ ഒരിക്കലും വളർത്താനായിട്ട് പരിശ്രമിക്കരുത്. മൂന്നാമതായിട്ട് യോഹന്നാൻ മാംദാനയിലൂടെ ഈശോ പഠിപ്പിക്കുന്ന കാര്യം, ദൈവശബ്ദത്തെ മറച്ചു വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ശബ്ദം അത് ഒരാളിലൂടെ അല്ലെങ്കിൽ മറ്റൊരാളിലൂടെ ലോകത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ സത്യം യോഹന്നാൻ വിളിച്ചു പറഞ്ഞപ്പോൾ യോഹന്നാൻ്റെ ശിരസ് ഛേദിച്ചു കളയുകയാണ്. എന്നാൽ യോഹന്നാന് ശേഷം ഈശോയിലൂടെ ദൈവശബ്ദം ഈ ലോകത്തിൽ മുഴങ്ങുകയാണ്. ഇതുപോലെ ഒരാളിലൂടെ അല്ലെങ്കിൽ മറ്റൊരാളിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം ഈ ലോകത്തിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കും. അത് നിന്നിലൂടെ ആവട്ടെ. മറ്റുള്ളവരിലൂടെ പുറപ്പെടാത്ത ദൈവശബ്ദം, നന്മയുടെയും സ്നേഹത്തിൻ്റെതുമായിട്ടുള്ള ദൈവശബ്ദം നിന്നിലൂടെ പുറപ്പെടട്ടെ. ദൈവത്തിൻ്റെ സ്വരത്തിന് ചെവി കൊടുക്കാൻ, ആ സ്വരം ലോകത്തിന് കൊടുക്കാൻ നിനക്ക് സാധിക്കട്ടെ. കരങ്ങൾ യാചനയോടെ പിടിച്ചുകൊണ്ട് യോഹന്നാൻ മാംദാനയുടെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥത അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ.
ഇവരുടെ ജീവിതങ്ങളിലേക്കും ഇവരുടെ അധ്വാനങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഇന്നത്തെ ഇവരുടെ സകല കാര്യങ്ങളിലും അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഇവരുടെ അധ്വാനങ്ങളിൽ ഇവരെ സഹായിക്കണമേ. ഈശോയെ, ഇവരുടെ ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന്, ഇവർ പോകുന്ന വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. അന്ധകാരത്തിൻ്റെ കെട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.